ആദ്യം 10,000 കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ഞാൻ ടാക്സ് അടയ്ക്കാൻ വീണ്ടും 5,000 കൊടുക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും 2,500 രൂപ കൊടുക്കുന്നു. 4ാമത് കാശ് വെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അതെന്താ തട്ടിപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികളെ പറ്റിക്കാനായിട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളൊന്ന് ചിന്തിക്കില്ലേ ഇങ്ങനെ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ? ഇതിനെ അവെയർ ആക്കേണ്ടത് ആരാ? ഫിൻ ഇൻഫ്ലുവൻസേഴ്സ്. ഇതേ ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് അവരെ പറ്റിക്കാൻ നിന്നാൽ ഒരു സ്റ്റോക്ക് ബൈ, ഈ സ്റ്റോക്ക് ഇപ്പോൾ പറന്ന് മുകളിലോട്ട് പോകും, ഇപ്പോൾ ബൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജിന് 25,000 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു. ഒറ്റ ടെലിഗ്രാം മെസ്സേജിന് എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഓടി വരൂ, തട്ടിപ്പിനിരയാകും. സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ വന്ന് എല്ലാ ആളുകളും ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ തട്ടിപ്പ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഇത്രയും നാളും മലയാളി എല്ലാ തട്ടിപ്പിലും എന്തായാലും പെടും. MLM തട്ടിപ്പുകൾ, ആടുമാഞ്ചിയും തട്ടിപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ തട്ടിപ്പും ഇവിടെ ഓടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് ബിറ്റ്കോയിൻ തട്ടിപ്പിൻ്റെ കൂടെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പ് നമ്മുടെ കേരളത്തിൽ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെ തട്ടിപ്പുകളാണ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇപ്പോൾ കറൻ്റ്ലി ഓടുന്നത്, എങ്ങനെ അത് തിരിച്ചറിയാം, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സിൽബി ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് ഈ മേഖലയായിട്ട് ഒരു ഇൻഫ്ലുവൻസറായിട്ട്, ഫിൻ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറേ ഇൻകംസ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ പല ഇൻകം സ്ട്രീംസ് നമുക്കുണ്ട്. ഒന്ന് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഇൻകം ഉണ്ട്. ദെൻ യൂട്യൂബ് കണ്ടുവരുന്ന ആളുകളെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഇൻകം ഉണ്ട്. മൂന്നാമത് ഇവർ ട്രേഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം ഉണ്ട്. കൂടാതെ നമ്മൾ ട്രേഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ 4 ടൈപ്പ് ഓഫ് സോഴ്സ് കൃത്യമായിട്ട് ഒരു നല്ല ഫിൻ ഇൻഫ്ലുവൻസേഴ്സിനുണ്ട്. എന്നാൽ ഇവിടെ ഒരു തട്ടിപ്പ് നടത്തണമെങ്കിൽ, നമുക്കൊരു തട്ടിപ്പ് നടത്തണമെങ്കിൽ എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ഒരു തട്ടിപ്പ് നടത്തണമെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ടെന്ന് അറിയാം? സ്റ്റോക്ക് മാർക്കറ്റ് ഫീൽഡിൽ നമുക്ക് സിമ്പിളായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നോളജ് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ ആളുകൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. അവർ ഈ തട്ടിപ്പിലേക്ക്, ആക്ച്വലി മലയാളികൾ തന്നെ അവരുടെ അറിവില്ലായ്മയാണ് ശരിക്കും അവരെ ഈ തട്ടിപ്പിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഞാനൊക്കെ എപ്പോഴും നോർത്ത്, അതായത് ഹിന്ദി ലാംഗ്വേജിൽ നിന്നൊക്കെ ആളുകളുടെ കോൾസ് വരുമ്പോൾ മാക്സിമം ഞാൻ ഒഴിവാക്കാറുണ്ട്. പക്ഷേ നമ്മുടെ മലയാളികൾ അങ്ങനെയുള്ള കോളുകൾ, അതായത് ദിവസം 10% റിട്ടേൺ, ദിവസം 100% റിട്ടേൺ തരാമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള ടിപ്സ് കൊടുക്കുന്ന ഗ്രൂപ്പിൽ ചെന്ന് ചേർന്നിട്ട് അവിടെ നിന്ന് ടിപ്സ് എടുത്ത് ട്രേഡ് ചെയ്ത് അങ്ങനെ ഒരുപാട് പൈസ പോയ ആളുകളെ. ഫസ്റ്റ് കാര്യം, നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ നമ്പർ ഡാറ്റ ലീക്ക് ആവുന്നു. ഓൺ സ്പോട്ട് നമുക്ക് കോൾസ് വന്നു തുടങ്ങും. ഡെയിലി 4 കോളെങ്കിലും വരാത്ത ആരും തന്നെ ഇതിപ്പോൾ കേൾക്കുന്നുണ്ടാവില്ല, ഉറപ്പാണ്. അവർ കമൻറ്റ് ചെയ്യും. ഡെയിലി ഒരു 4 കോളിൽ കൂടുതൽ വരുന്ന എല്ലാവരും അത് കമൻറ്റ് ചെയ്യട്ടെ. ഈ കോളുകൾ സംസാരിച്ചോട്ടെ, എന്നാൽ അവർ പറയുന്ന ഓഫർ എത്രയാണ്? 1,00,000 രൂപയ്ക്ക് എല്ലാ ദിവസവും 10,000 രൂപ, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് എല്ലാ ദിവസവും 10,000 രൂപ. ഇതിൽ പോയി തല വയ്ക്കുന്നു, പൈസ കളയുന്നു. കോമൺ സെൻസ് ഇല്ലാത്തവരാണ്. പൈസ കളയട്ടെ, കുഴപ്പമില്ല. ഇതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഇവർ ടിപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ്? 100 ആൾക്ക് ഒന്നിച്ച് ടിപ്പ് കൊടുക്കും, 50 ആൾക്ക് ബൈ കൊടുക്കും, 50 ആൾക്ക് സെല്ല് കൊടുക്കും. ഒരെണ്ണം എന്തായാലും വർക്കൗട്ട് ആവില്ല. അവരിൽ നിന്ന് ക്യാഷ് വാങ്ങും, അടുത്ത റൗണ്ടിലോട്ട് ഇത് കൊണ്ടുപോകും. ഇങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ പുതിയ കുറേ തട്ടിപ്പുകൾ വന്നിട്ടുണ്ട്. അത് രസകരമായിട്ടുള്ള കാര്യം, ഫ്രീ ട്രെയിനിങ്. സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. ഓക്കെ, യൂട്യൂബ് പോരാ, അവർ ഫ്രീ ആയിട്ട് ആളെ വെച്ച് ഒരു വലിയ വെബിനാർ 1000 10,000 പേർക്ക് ഒന്നിച്ച് അവർ പഠിപ്പിക്കുകയാണ്. ബേസിക്സ് മുതൽ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കും. അപ്പോൾ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ക്ലാസ്സാണ് അത്. പക്ക ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു. ഇനി അടുത്തതെന്നാണ്, ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ 1000 പേരുണ്ടെങ്കിൽ ഒരു 100 ആൾ ഈ കമ്പനിയുടെ ആൾക്കാർ തന്നെയായിരിക്കും. ഓക്കെ, എന്നിട്ട് ടിപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഇന്ന സ്റ്റോക്ക് മേടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ടിപ്പ്. 100% കേസുകളിലും ഈ അപ്പർ സർക്യൂട്ട് അടിച്ച സ്റ്റോക്കുകളായിരിക്കും ഇവർ ടിപ്പായിട്ട് കൊടുക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലിയ ലിക്വിഡിറ്റി ഇല്ലാത്ത അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സ്റ്റോക്സ് അടുത്ത ദിവസം അപ്പർ സർക്യൂട്ട് അടിക്കും. അങ്ങനെ അടുപ്പിച്ചൊരു 4-5 ദിവസം അപ്പർ സർക്യൂട്ട് അടിക്കും. അപ്പോൾ ഇന്ന് ടിപ്പ് കൊടുക്കുന്നു, നാളെ അവർ വന്നിട്ട് പറയും, ഓക്കെ കണ്ടില്ലേ ഞാൻ കൊടുത്ത സ്റ്റോക്ക് 20% കയറി. ആക്ച്വലി ആർക്കും തന്നെ ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം ലിക്വിഡിറ്റി ഉണ്ടെങ്കിലല്ലേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. പറ്റുകയാണെങ്കിൽ 1-2 പേർക്ക് മാത്രമേ അത് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആ ഗ്രൂപ്പിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, ഇവർ പ്രോഫിറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലിടും. അതൊരു ഫോമോ ജനറേറ്റ് ചെയ്യും. ഒയ്യടാ എനിക്കും ഇത് കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ ഡിസ്കഷനായി എങ്ങനെ ഈ ടിപ്പ് എടുക്കാം. അപ്പോൾ ചിലർ എടുക്കാൻ പോകുമ്പോൾ ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പുതിയ സെറ്റപ്പ് കൊണ്ട് പറയും,
ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങൾക്ക് വലിയ കണക്ഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് ഉണ്ട്, ഞങ്ങൾക്ക് സ്പെഷ്യൽ അക്കൗണ്ട് ഉണ്ട്, ബ്ലോക്ക് ഡീൽ വഴി ഞങ്ങൾക്ക് സ്റ്റോക്കുകൾ മേടിക്കാൻ പറ്റും, നിങ്ങൾ കാശ് തന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ ബ്രോക്കറിൻ്റെ അടുത്ത് അക്കൗണ്ട് എടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ അത് പ്രൈവറ്റ് ഇക്വിറ്റി ബ്രോക്കേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളൊരു അക്കൗണ്ട് എടുക്കുകയാണ്. ഇത് ആക്ച്വലി സെബിയുടെ അണ്ടറിലുള്ള ഒരു ബ്രോക്കറേ അല്ല, ഒരു വിർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മാത്രമായിരിക്കും. നമ്മളവിടെ പൈസ ആഡ് ചെയ്യുന്നു. ഈ പൈസ ആക്ച്വലി ബ്രോക്കറിൻ്റെ, ഈ പറയുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടായിരിക്കും പോകുന്നത്. നമ്മൾ സ്റ്റോക്ക് വാങ്ങുന്ന കാണിക്കുന്നു, സ്റ്റോക്ക് വാങ്ങിയ പോലെ നമ്മുടെ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ നടക്കുന്ന പോലെ സ്ക്രീനിൽ കൃത്യമായിട്ട് കാണിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു, നമ്മൾ ഹാപ്പി ആവുന്നു. ആക്ച്വലി എന്താണ്, ഇങ്ങനൊരു സ്റ്റോക്ക് ആരും മേടിച്ചിട്ടുമില്ല, നമ്മുടെ പൈസ കൊണ്ട് അവർ മുക്കിയിട്ടുണ്ടാവും. അടുത്ത ദിവസം നമ്മൾ പേ ഔട്ട് എടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നില്ല. അപ്പോഴാണ് പലരും ഇത് തട്ടിപ്പായിരുന്നു എന്ന് പോലും മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്, റീസെൻ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ 20 ലക്ഷം രൂപയാണ് ഈ രീതിയിൽ നഷ്ടപ്പെട്ടതെന്നാണ്. അദ്ദേഹം നമ്മുടെ ഒത്തിരി നാളായിട്ടുള്ളൊരു ക്ലയൻ്റാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ചപ്പോഴാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു തട്ടിപ്പിനിരയായി എന്ന് മനസ്സിലാക്കുന്നത്. അത്യാവശ്യം പ്രോഫിറ്റബിളായിട്ട് പോകുന്നൊരു വ്യക്തി മാസവും വർഷമൊക്കെ 1000% റിട്ടേൺ തരാമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ അതിൽ പെട്ടുപോയതാണ്. മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് ബ്രോക്കറേജ് അടിച്ചു മാറ്റുക എന്ന് പറയുന്ന ഒരു തട്ടിപ്പാണ്. എനിക്ക് തോന്നുന്നു ആസ് എൻ ഇൻഫ്ലുവൻസർ ഈ ബ്രോക്കറേജ് എന്നുള്ളതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീഡിയോസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലിങ്ക് ത്രൂ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. പിന്നെ നമുക്ക് എന്താ പറയുക, ചറപറ ട്രേഡ് കൊടുത്ത് അവർ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യും, കമ്മീഷൻസ് അടിച്ചെടുക്കുന്ന ഒരു ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ശരിക്കും റീറ്റെയിൽ ട്രേഡേഴ്സിന് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് പറയുന്ന ആളുകളും അവർ പറയുന്ന ലിങ്കിൽ ഈ ബ്രോക്കറിൽ വേണം നിങ്ങൾ അക്കൗണ്ട് എടുക്കാൻ. അപ്പോൾ അവർ ട്രേഡ് ചെയ്യുമ്പോൾ അവരറിയാതെ തന്നെ അവരുടെ പൈസ കമ്മീഷനായിട്ട് ഇവർക്ക് കിട്ടുക എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മേജർ ഇൻകം എന്ന് പറയുന്നത് ബ്രോക്കറേജ് ഇൻകം കൂടിയാണ്. യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ അവർക്ക് ബ്രോക്കറേജ് ആയിട്ട് കിട്ടും. ഒരു ഫ്രീ ടിപ്പ് കൊടുക്കുകയാണ്. ഫ്രീ ടിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ടിപ്പ് ഉണ്ടോ, ഇൻട്രാഡേ ടിപ്പ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെന്താ പറയുക, നമ്മളിവിടെ ട്രേഡിംഗ് ടിപ്പ് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ സ്ട്രിക്ട്ലി പറയുന്നത്. നമ്മുടെ ഒരു ഗ്രൂപ്പുകളിൽ നമ്മൾ ടിപ്പായിട്ടൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ടിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ദിവസം 10 ട്രേഡ് 15 ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ആവുന്ന മണി ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഫ്രീ ക്ലാസ് കൊടുക്കണോണ്ട് ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവരെ തിരിച്ചറിയാനായിട്ട് പറ്റണം. ഇപ്പം നമ്മൾ ട്രെയിനിങ്ങിന് ഫീസ് വാങ്ങുന്നുണ്ട്. നമ്മുടെ ഫീസ് വാങ്ങിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത് 500 രൂപ കൊണ്ടാണ്. ആദ്യത്തെ 2 മാസം നമ്മളൊരു സ്റ്റുഡൻറ്റിനെ ട്രേഡ് ചെയ്യിപ്പിക്കുന്നത് 500 രൂപ കൊണ്ടാണ്. 500 രൂപയ്ക്ക് ട്രേഡ് ചെയ്യിപ്പിച്ച് എന്ത് ബ്രോക്കറേജ് കിട്ടാനാണ്? ഇത്തരം ബ്രോക്കറേജൊക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ. അതായത് അവരെ ഒരു ഒറ്റയ്ക്ക് നിർത്താൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ബിഗിനർ എപ്പോഴും ഒരു 10,000 കൊണ്ടോ 50,000 കൊണ്ടോ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഡൗട്ടും വേണ്ട, ആ 50,000 പോവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ബിഗിനേഴ്സ് ഈ തട്ടിപ്പിനൊക്കെ ഇരയാകാതിരിക്കാനായിട്ട് ആദ്യം ഒരു പഠിക്കുക, എന്നിട്ട് വളരെ ചെറിയ ക്യാപിറ്റലിന് ട്രേഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോകുക എന്നാണ്. സോ ഇതുപോലെ തന്നെ മറ്റൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഹാൻഡ്ലിങ് എന്നുള്ളൊരു സെറ്റപ്പാണ്. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ PMS എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ അവിടെ 25 ലക്ഷം 50 ലക്ഷമൊക്കെയാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള PMSനോട്ടും ചേരാനായിട്ട് വരിക. പല ആൾക്കാരും 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനൊക്കെ അക്കൗണ്ട് ഹാൻഡ്ലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ട്രേഡ് ചെയ്ത് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ വാങ്ങുന്ന അക്കൗണ്ടുകൾ 1 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ വാഷ് ഔട്ട് ചെയ്യും. 2 എയിമാണ് അവർക്കുള്ളത്. ഒന്ന് ബ്രോക്കറേജ് മാത്രമാണ് അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ പൈസ അവർക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. ലോ ലിക്വിഡിറ്റി ഉള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നമുക്ക് നഷ്ടം ഉണ്ടാക്കി തന്നിട്ട് ആ നഷ്ടം അവർക്ക് വേറൊരു ഡിമാറ്റ് അക്കൗണ്ടിൽ ലാഭമാക്കി മാറ്റി നമ്മുടെ പൈസ അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ വളരെ അധികമുണ്ട്. ഈ ഗ്രൂപ്പുകളിലൊക്കെ ചില ആൾക്കാർ ഇപ്പോൾ ഒരു മെസ്സേജ് ഇടാണ്, എനിക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ ഓൺ സ്പോട്ട് അവർ മെസ്സേജ് അയക്കും. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് അവരെയും കൊണ്ട് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് എടുക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പേരിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി ഫേക്ക് അക്കൗണ്ടുകളില്ലേ, തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ ഡെയിലി 3%. അതെ അതെ, പലരും ആ തട്ടിപ്പിലേറിയായിട്ടുള്ളതൊക്കെ വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാനെപ്പോഴും കമ്മ്യൂണിറ്റി പറയും, നമ്മൾ ഒരിക്കലും അതായത് സുനിലിൻ്റെ എൻ്റെയും ഫേക്ക് ID വെച്ചിട്ട് ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്യൂ, ഇത്ര റിട്ടേൺ തരാൻ
അതിലെത്ര പേര് ചേർന്നിട്ട് നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികളെ പറ്റിക്കാനായിട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളൊന്ന് ചിന്തിക്കില്ലേ ഇങ്ങനെ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പൈസ അയച്ചു കൊടുക്കാം. അറ്റ്ലീസ്റ്റ് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് പോലും നോർത്തുകാരുടെ പേരൊക്കെയാണ്, എന്നിട്ട് പോലും അതുപോലും ശ്രദ്ധിക്കാതെ പൈസ അയച്ചു കൊടുത്ത് വളരെ വിഷമകരമാണ്. നമ്മളെന്ത് ചെയ്യാനാണ്, നമ്മൾ ഹെൽപ്ലെസ് ആണ്. വളരെ നമ്മൾ ശരിക്കും ഒരു വാണിംഗ് ആയിട്ട് തന്നെ അത് കൊടുക്കാറുണ്ട്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ അതിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇത് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരിൽ ഇപ്പോൾ ആലോചിച്ച് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേരിൽ ഇങ്ങനത്തെ എത്ര പേജുകളുണ്ടാവും, എത്ര ആൾക്കാർ ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ചു. ഇൻസ്റ്റഗ്രാം വഴി പൈസ 10,000-25,000 ഇൻസ്റ്റഗ്രാമിൽ. ഇപ്പോൾ ടെലിഗ്രാമിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ ഫണ്ടുകൾ തന്നെയായിരിക്കും അവർക്കൊക്കെ പോകുന്നത്. അപ്പോൾ പറ്റിക്കപ്പെടാൻ, അതായത് വലിയ റിട്ടേൺ ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ പറ്റിക്കപ്പെടും. ഒരു ഡൗട്ടും അതിൻ്റെ അകത്തില്ല. ഗ്രീഡാണ് പലരെയും പറ്റിക്കാൻ, ഗ്രീഡുള്ള ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ്. ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും അവരെ തന്നെ പറ്റിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം ചില ആൾക്കാർ 1-2 തവണ പണി കിട്ടിയാലും പഠിക്കാനൊന്നും പോകുന്നില്ല. അടുത്ത തവണ ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട് പോയി ചാടുന്ന ആൾക്കാരുണ്ട്. അക്കൗണ്ട് ഹാൻഡ്ലിങ്, ടിപ്പിൻ്റെ പിന്നാലെ പോയി പൈസ കളയുക, അക്കൗണ്ട് ഹാൻഡ്ലിങ്ങിന് അക്കൗണ്ട് കൊടുത്ത് പോവുക. ഇതിനേക്കാൾ രസമുണ്ട് ഫണ്ട് കൊടുക്കുക. ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര ട്രേഡ് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇത്രയും പ്രൂഫുണ്ട്, നിങ്ങൾ ഫണ്ട് തന്നാൽ ഞാൻ ഇത്ര റിട്ടേൺ തരാം എന്ന് പറഞ്ഞിട്ട് സമീപിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഗൂഗിൾ ആഡ്സും ഫേസ്ബുക്ക് ആഡ്സും വരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ട്രേഡ് ചെയ്യാൻ ഫണ്ട് തരൂ, മാസം ഇത്ര വെച്ച് തിരിച്ചു തരാം എന്ന് ഫിക്സഡ് റിട്ടേൺ ഒക്കെ 10% ഓഫർ ചെയ്തുകൊണ്ട് ഫണ്ട് കൊടുക്കാൻ ആൾക്കാർ റെഡിയാണ്. അതൊരു ചോദിക്കുന്ന 10-5 ലക്ഷമൊക്കെയാണ്. ഗൂഗിൾ ആഡ്സും ഫേസ്ബുക്ക് ആഡ്സും വരെ ഇങ്ങനെയുള്ള ആളുകൾ റൺ ചെയ്തിട്ട് ആളുകളെ പിടിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. സോ വൈറ്റ് മണിയും ബ്ലാക്ക് മണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ പോയി പറ്റിക്കപ്പെടാനായിട്ട് ഒത്തിരി ആൾക്കാർ റെഡിയാണ്. ഇനിയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു മേഖലയാണ് ബിറ്റ് കോയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ MLM-നെ പുതിയ കവറൊക്കെ ഇട്ടുകൊണ്ട് ബിറ്റ് കോയിൻ സെറ്റപ്പിൽ ഇപ്പോൾ നമുക്കറിയാം മോറിസ് കോയിൻ ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് 15,000 കോടി രൂപയൊക്കെയാണ് അവർ കളക്ട് ചെയ്തിട്ട് പോയത്. അതുപോലെ തന്നെ ഫോറക്സ് ട്രേഡിങ് ഒരു ദിവസം വരുമ്പോൾ ബ്രോക്കർമാർ പോലും ബാക്കി ഉണ്ടാവില്ല. നല്ല ബ്രോക്കർ ആണോ എന്ന് പറയില്ല, പൈസ അപ്ലോഡ് ചെയ്യുന്നു, ട്രേഡ് ചെയ്യുന്നു, ലാഭമൊക്കെയാണ്. പേ ഔട്ട് എടുക്കാൻ നോക്കുമ്പോൾ ബ്രോക്കർ പോലും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകൾ പറയുമ്പോൾ തന്നെ ബിറ്റ് കോയിൻ റിലേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇരട്ടി തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ബിറ്റ് കോയിൻ തട്ടിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഒത്തിരി ആൾക്കാരുടെ ഇപ്പോൾ മോറിസ് കോയിൻ എത്ര കോടി രൂപയാണെന്നറിയും ഇവിടെ തട്ടിച്ചിട്ടുണ്ടോ. ഇത് M2F നമ്മളൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ വന്ന് തെറിവിളിയായിരുന്നു. ലാസ്റ്റ് എല്ലാവരുടെയും കാശ് പോയി കഴിഞ്ഞപ്പോൾ അവരൊക്കെ വളരെ ഹാപ്പിയായി. പക്ഷേ ഇനീഷ്യലി അവരെല്ലാവർക്കും കാശ് കൊടുക്കും, ആൾക്കാരെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള. അതൊരു പോൺസി സ്കീം തന്നെയാണ്. മിക്കതും ഇത്തരത്തിലുള്ള പോൺസി സ്കീമാണ്. ഇപ്പോൾ ഈ ഫണ്ട് മാനേജ്മെൻറ്റ്, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് പോൺസി സ്കീം എന്ന് പറയാൻ പറ്റത്തില്ല. അവർ വേറെ രീതിയിലൊക്കെയാണ് പൈസ അടിച്ച് മാറ്റുന്നത്. ഞാൻ പറഞ്ഞാൽ ബ്രോക്കറേജ് ആയിട്ടും ലോ ലിക്വിഡിറ്റി ഏരിയയിൽ ട്രേഡ് ചെയ്തിട്ടും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഫണ്ട് ഹാൻഡ്ലിങ്ങിൽ പലതും പോൺസി സ്കീമായിട്ടൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. ആദ്യത്തെ കുറച്ച് നാൾ കൃത്യമായിട്ട് റിട്ടേൺസും നൽകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അതുമായിട്ട് മുങ്ങുന്നു. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഉടായ്പ ഉണ്ടെങ്കിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉടായ്പുണ്ട്. പണ്ടുണ്ടായിരുന്നതാണ് ഈ പറയുന്ന ഡെപ്പ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇന്ത്യയിൽ ഭയങ്കര ടാക്സാണ്, ഭയങ്കര ബ്രോക്കറേജാണ്, ലിവറേജ് ഇല്ല. ഇത് മൂന്നാണ് അവരുടെയും. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഭയങ്കര ലിവറേജാണ്, ടാക്സ് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ഡെപ്പ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് കാണുമ്പോൾ നമ്മുടെ ബ്രോക്കർ പോലെയൊക്കെ ഇരിക്കും. പൈസ നമുക്ക് അപ്ലോഡ് ചെയ്യാം, കൃത്യമായിട്ട് ട്രേഡൊക്കെ ചെയ്യാം. പക്ഷേ ഇത് ആക്ച്വലി എക്സ്ചേഞ്ചിലോട്ടൊന്നും ട്രേഡൊന്നും പോകുന്നുണ്ടാവില്ല, അവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ട്രേഡ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടൊരു വീഡിയോയിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു ഡെപ്പ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പ്രൊമോട്ട് ചെയ്യാണ്. 2 ഇൻഫർമേഷനാണ് ഉള്ളത്. ഒന്ന്, ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഈസിയായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ശരിയല്ലേ? ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർക്ക് സാധാ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ NR അക്കൗണ്ട് വെച്ച് ഓപ്പൺ ചെയ്യണം, ബ്രോക്കറേജ് കൂടുതലാണ്. അപ്പോൾ അവർ ആക്ച്വലി എന്താണ് അവിടെ നടക്കുന്നത്? അവർ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുകയല്ല, നിഫ്റ്റീനെ വെച്ച് ബെറ്റ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡെപ്പ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് നമ്മുടെ ഇടുന്ന ഫണ്ടിന് യാതൊരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ പോയി ഇത് നമുക്കും പരീക്ഷിച്ച് നോക്കാം എന്ന് വിചാരിച്ച് അവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. നല്ല പണി കിട്ടും ഫ്യൂച്ചറിൽ എന്നുള്ളതാണ്. ഇതൊരു ബിസിനസ്സായിട്ട് കണ്ട് ശരിയാണ്. ബ്രോക്കറിൻ്റെ റിസ്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണ്. എന്നാൽ നിങ്ങൾ ഓവർ പ്രോഫിറ്റ് വിചാരിച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ
എല്ലാ ആൾക്കാരും റെഡിയാണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. പക്ഷെ ഓവർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ടൈം പീരീഡിൽ വലിയ പ്രോഫിറ്റ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലോങ് ടൈമിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 100, 200, 300% റിട്ടേൺ തരുന്ന രീതിയിൽ എനിക്കും ഈ ഒരു 3 ഇയേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് തന്ന സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ടൈം ഫ്രെയിമിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്ന് കരുതി പെട്ടെന്ന് ക്യുക്ക് റിച്ച് ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി വരുന്നവർ തീർച്ചയായിട്ടും തട്ടിപ്പിന് ഇരയാവും. പിന്നെ ചെറിയൊരു ഗ്രീഡി മൈൻഡും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പാണ് അവരുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരുപാട് അവെയർ ആവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ്. അല്ല, ഞാൻ പറയുന്നത് ഇതിനെ അവെയർ ആക്കേണ്ടത് ആരാ? ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇതേ ഫിൻ ഇൻഫ്ലുവൻസേഴ്സ് അവരെ പറ്റിക്കാൻ നിന്നാലോ? അവിടെയാണ് രസം അല്ലേ? നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളവരെ പറ്റിച്ച് കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താണ്? പുതിയ ആൾക്കാർ വരാൻ റെഡിയാണ്. അവരെ പറ്റിക്കാനായിട്ട് ഇവിടെ കുറേ ആൾക്കാർ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതൊന്നും ഇങ്ങനത്തെ ഉഡായിപ്പ് പ്ലാറ്റ്ഫോംസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള യൂട്യൂബ് ചാനലുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ആൾക്കാർ കൃത്യമായിട്ട് അവർ പിന്നെയും പോയി പെടുമെന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ എനിക്ക് ടെലഗ്രാമിൽ 1-2 മെസ്സേജസ് ലൈക്ക് ബിറ്റ് കോയിൻ്റെ പ്ലാറ്റ്ഫോംസ് പ്രൊമോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. ബട്ട് ഞാനതൊന്നും മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളത്. വേറൊരു കാര്യമുണ്ട്. എനിക്ക് വന്നൊരു മെസ്സേജ്, ഈ ഇന്നൊരു സ്റ്റോക്കിൻ്റെ IPO വരുന്നുണ്ട്, അത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റിന് ടെലിഗ്രാമിൽ ഒരു പോസ്റ്റിന് 10,000 രൂപ വെച്ച് തരാമെന്നാണ് എനിക്കൊരു തവണ കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു സമയത്ത് കിട്ടിയ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്ക് ബൈ ചെയ്യും, ഈ സ്റ്റോക്ക് ഇപ്പോൾ പറന്ന് മുകളിലോട്ട് പോവും, ഇപ്പോൾ ബൈ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു മെസ്സേജിന് 25,000 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു. ഒറ്റ ടെലിഗ്രാം മെസ്സേജിന് എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ 25,000. ഇത് ആക്ച്വലി പമ്പ് ആൻഡ് ഡം സ്കീമിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ പല ആളുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്, ഇൻക്ലൂഡിങ് എന്നെ പോലും നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബിസിനസ് സഹായിക്കാമെന്ന് പറഞ്ഞു തന്നെ പലരും ചിലപ്പോൾ നിങ്ങളെ പറ്റിച്ചു വന്നിരിക്കും. എല്ലാവരും നല്ല ആളുകളൊന്നുമല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ അപ്പം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നൊരു ബ്രോക്കറാണ്. ഈ ഒരു പേര് മാത്രമേ ഞാനിപ്പോൾ ബ്രാൻഡ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ബ്രോക്കർ 50% പ്രോഫിറ്റ് ഷെയറിങ് തരുന്നുണ്ട്. ബ്രോക്കറേജിൻ്റെ ക്ലയൻറ്റ്സ് ട്രേഡ് ചെയ്യുന്ന ബ്രോക്കറേജിൻ്റെ 50% എനിക്ക് ബ്രോക്കറേജ് കിട്ടുന്നത്. 80%, 100% ബ്രോക്കറേജ് തരാമെന്ന് പറയുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് അവരെയൊന്നും പ്രൊമോട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ആ ബ്രോക്കേഴ്സ് മുഖാന്തരം ഉണ്ടാകുന്ന തലവേദന ഭയങ്കരമായിരിക്കും. കാരണം പല സമയത്തും പ്ലാറ്റ്ഫോം ഹാങ് ആവുന്നു, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കാശ് മാത്രമല്ല നമ്മൾ പലപ്പോഴും നോക്കുന്നത്, നല്ല ബ്രാൻഡാണ്, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ബ്രോക്കർ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ബ്രോക്കറാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനത്തെ മെസ്സേജസ് ഒക്കെ കിട്ടുമ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കത് പ്രൊമോട്ട് ചെയ്യാം. ഇല്ലേ ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ നമുക്ക് ചവിട്ടി പുറത്താക്കാമെന്നാണ്. നമ്മൾ ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതാണ്. ഇപ്പോൾ ഈ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെ കേസിൽ ഇപ്പോൾ ഇവിടെ ലീഗലുള്ള ഇല്ലീഗലല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും പലരും അത് ചെയ്യുന്നുണ്ട്. അല്ല, ബിറ്റ് കോയിൻ ഇപ്പോൾ ഇല്ലീഗലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം INR-ൽ ഇന്ത്യൻ റുപ്പീസിൽ തന്നെ ബിറ്റ് കോയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ കറൻ്റ്ലി അപ്രൂവ്ഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ജെനുവിനിറ്റി ഒക്കെ നമുക്ക് വരും വർഷങ്ങളിലൊക്കെ അറിയാം. ഒരു 1-2 വർഷമൊക്കെ ഇപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച്, നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഡെൽറ്റ എക്സ്ചേഞ്ച് അവരിപ്പോഴും ഉണ്ടല്ലോ. അവർ ഇന്ത്യയിൽ INR-ൽ ബിറ്റ് കോയിൻ ട്രേഡിംഗ് അവൈലബിൾ ആക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി അതിൻ്റെ അകത്ത് ക്ലാരിറ്റിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വീഡിയോസ് ചെയ്യാം. കറൻ്റ്ലി ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു ലെവൽ എത്തിയിട്ടില്ല. ഞാനൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഒന്ന്, ഡപ്പ ട്രേഡിംഗ് ആയിട്ടുള്ള ഉഡായിപ്പ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് 1000% റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ട് വരുന്ന എല്ലാ ആൾക്കാരും ഉഡായിപ്പായിരിക്കും, ഒരു ഡൗട്ടും അതിൻ്റെ അകത്തില്ല. 2, ബ്രോക്കറേജിന് വേണ്ടി ചവറ് പോലെ ടിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെയും ബ്രോക്കറേജ് മാത്രമാണ്. നിങ്ങളെ പഠിപ്പിക്കാനോ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനോ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് അക്കൗണ്ട് ഹാൻഡ്ലിംഗ് സെറ്റപ്പാണ്. പിന്നൊന്ന് ഫണ്ട് ഹാൻഡ്ലിംഗ് സെറ്റപ്പ്. ഇതെല്ലാം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തട്ടിപ്പുകളാണ്. അതിൻ്റെ അകത്ത് പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ പാരലായിട്ടുള്ള മെത്തേഡ്സിൽ ബിറ്റ് കോയിൻ
റിലേറ്റ് ചെയ്തിട്ടും ക്രിപ്റ്റോ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ തട്ടിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തും ഒക്കെ പെടാതിരിക്കുക. പുതിയ ടെക്നോളജി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കടിച്ചാൽ പൊട്ടാത്ത പുതിയ ടെക്നോളജി, നമ്മുടെ സിനിമയിൽ പറയുന്ന മാതിരി ഒഴുകുന്ന വെള്ളത്തിൽ നാനോ ടെക്നോളജി ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് പോലെ വായ കൊള്ളാത്ത പുതിയ വേഡുകൾ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് മെത്തേഡ്, ബ്ലോക്ക് ഡീല്, ഇങ്ങനെ നമുക്കൊന്നും മനസ്സിലാകാത്ത അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത പുതിയ ടേംസിൻ്റെ അത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ പുതിയ തട്ടിപ്പ് വരിക. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അതെ, തീർച്ചയായിട്ടും അതായത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ഒരു അഡ്വൈസ് ചോദിക്കുക, എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. വേണ്ട, നമ്മുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇടാലോ, പോയി തല വെച്ച് കൊടുക്കണേക്കാളും. അതെ, നമ്മളപ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. ബിക്കോസ് ഇപ്പോൾ സുനിലായാലും ഞാനായാലും ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കിതിൽ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കറക്റ്റായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചാടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. ഈവൻ ഞങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് വരെ ഉണ്ടെന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആരായാലും ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം നിങ്ങൾ എടുത്ത് ചാടുക. എപ്പോഴും ഇപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ കാണുന്നവർ എന്നേക്കാളും നല്ല ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെട്ടെന്ന് ഉടായ്പ വഴി റിച്ചായ ആളുകളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇതിനോട് കൂടുതലായിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് വരാതിരിക്കുക. എപ്പോഴും എന്തെങ്കിലുമൊക്കെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷോർട്ട് കട്ട് മെത്തേഡ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നല്ലതാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായിട്ട് മുന്നോട്ട് പോകാം. അല്ല, നിങ്ങൾക്ക് രാത്രി വെളുക്കുമ്പോൾ BMW വാങ്ങണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം പറ്റിക്കപ്പെട്ടു എന്നിരിക്കാം. എന്നാലേ നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. ചില ആൾക്കാരുണ്ട് എത്ര പറ്റിക്കപ്പെട്ടാലും. ഞാൻ ഇനിയും ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ലോട്ടറി അടിക്കില്ല എന്ന് ഉറപ്പാണ്, എന്നിട്ടും പോയിട്ട് ലോട്ടറി എടുക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ നമുക്ക് പറഞ്ഞ് പിന്തിരിപ്പിക്കാനൊന്നും പറ്റത്തില്ല. അവരെന്തായാലും പോയി പെട്ടുകൊള്ളുക. പിന്നെ കുറച്ച് കോമൺ സെൻസ് ബാക്കി വയ്ക്കുക. അതാണ് ഒരാൾക്ക് ലൈഫിൽ ഏറ്റവും ആദ്യം വേണ്ടത്. പക്ഷെ ഞാനെപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലും ഇങ്ങനത്തെ തട്ടിപ്പിലൊന്നും ആരും വന്ന് പെടില്ല. എല്ലാവർക്കും അറിയാലോ, മീൻസ് നോർത്തിൽ നിന്ന് വിളിക്കേണ്ട ഞാനൊന്നും ഒരിക്കലും കോള് പോലും ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഹിന്ദി കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്താന്ന് പോലും ഞാൻ കേൾക്കാൻ നിൽക്കാറില്ല. അപ്പോൾ എനിക്ക് ആ ഒരു വിചാരമുണ്ട്, ആരും ഇങ്ങനെയൊന്നും, എല്ലാവരും എന്നെ പോലെ ആയിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് കളയുമായിരിക്കും. പക്ഷേ നമ്മൾ ഓരോരുത്തരുടെ അനുഭവം നേരിട്ട് കേട്ടപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നതാണെന്നുള്ള റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയത്. ബിക്കോസ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ചുമ്മാ വിളിക്കുന്നതല്ല, ആളെ കിട്ടുന്നുണ്ടെന്ന്. ബിക്കോസ് എനിക്ക് ഏറ്റവും വിഷമമായത് സുനിലിൻ്റെ പേരിൽ ഇൻസ്റ്റഗ്രാമിൽ പേ ചെയ്ത് കൊടുത്ത് 3 or 4 പേര് നമുക്ക് ഇൻഫോം ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ വളരെ വിഷമകരമായിട്ടൊരു കാര്യം. രസം എന്താണെന്നറിയോ, ഞാൻ അതിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ടിലെ എല്ലാ മെസ്സേജും വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ ആ ഇമേജ് ജസ്റ്റ് ആഡ് ചെയ്യാം. രസകരമായിട്ടുള്ള കാര്യം, ആദ്യം 10,000 കൊടുക്കുന്നു, അത് കഴിഞ്ഞ് ടാക്സ് അടയ്ക്കാൻ വീണ്ടും 5,000 കൊടുക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും 2,500 രൂപ കൊടുക്കുന്നു. 4ാമത് കാശ് വെച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് അതെന്തോ തട്ടിപ്പാണ്. അപ്പോൾ എന്താ അവരോടൊക്കെ നമ്മൾ പറയാ, നമുക്കൊന്നും ചെയ്യാനില്ല. അർദ്ധരാത്രി കൊണ്ട് BMW മേടിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. പറ്റുകയാണെങ്കിൽ നല്ലൊരു മെൻറ്ററിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇത് മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാനുള്ള ഏക പോംവഴി. അപ്പോൾ ഉടായ്പകളിലൊന്നും പോയി ചാടാതിരിക്കുക. അടുത്ത നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.